ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ഫർഷോ സ്വാലെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ബ്രെഡ് ബോംബ് എന്നാണ് പേര്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. ബ്രെഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനാൽ തന്നെ ഇത് ഒത്തിരി സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഒത്തിരി ടേസ്റ്റിയാണ്. ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്പൈസി ആയിട്ടാണ്. നിങ്ങൾക്ക് സ്വീറ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കുക. അതിനായിട്ട് ഞാൻ ഉള്ളി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, വെളുത്തുള്ളി, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി എന്നിവ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല, ചില്ലി പൗഡർ, ടൊമാറ്റോ കെച്ചപ്പ്. ടൊമാറ്റോ കെച്ചപ്പ് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് മൈദ ഒരല്പം ഉപ്പിട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് കോഴിമുട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് ഓപ്ഷണലാണ്. ബ്രെഡ് ആകുമ്പോൾ ഒരുപാട് ഓയിൽ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഗ്ഗിന് പകരം ഈ ഒരു മൈദ കലക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണ്. ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മാറ്റിയെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് റസ്ക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു 4 സൈഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ സൈഡൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് റെഡി ആയി കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ എടുത്ത് പൊടിച്ച് മാറ്റി വെച്ചതാണ് ആ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ബോംബ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. തീർച്ചയായും വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
ചെയ്ത് സോഫ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ഈ ഒരു ബ്രെഡ് ബോംബിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ബ്രെഡിൻ്റെ 4 വശം ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മളിത് സോഫ്റ്റാക്കി എടുക്കുമ്പോൾ ഈ ബ്രെഡ് ഇങ്ങനെ ശരിക്ക് പ്രസ് ചെയ്തിട്ട് ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നിട്ടാണ് നമ്മൾ മസാല വെച്ചിട്ട് ഇത് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ബോം റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായക്കൊപ്പം ടേസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.